പാഴ്ചിലവുകളെ നീക്കിത്തരും, ഇല്ലായ്മകളെ മാറ്റിത്തരും, വരുമാന മാർഗങ്ങൾ തുറന്നു തരും, യേശു മതിയായവൻ. ലൂക്കോസ് 8:2. യേശുവിനോടുകൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, യേശുവിന്റെ ശുശ്രൂഷ ഒറ്റയ്ക്കുള്ളതായിരുന്നില്ല. നമ്മുടെ വിശ്വാസയാത്രയും ഒറ്റപ്പെട്ട യാത്രയല്ല. നാം ഒറ്റയ്ക്കല്ല, നാം ഒരു കുടുംബമായി ഒരുമിച്ച് നടക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് നമ്മെ ഒരുമിപ്പിക്കുന്നത്. അതിനകത്ത് ഓരോരുത്തരുടെയും പങ്ക് വളരെ വിലപ്പെട്ടതായി ദൈവം കാണുന്നു. നാം നമ്മുടെ പക്കലുള്ളത് കൊണ്ട് നമ്മുടെ ചെറിയ സ്ഥാനത്ത് നിന്ന് യേശുവിനെ ശുശ്രൂഷിക്കാം, അവിടുത്തെ വേലയിൽ പങ്കുചേരാം. ഒരുമിച്ചുള്ള ഈ യാത്ര അതിമനോഹരമാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വേലയിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്, എന്നാൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.